ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ ഉള്ള എല്ലാ നമ്മളുടെ ക്ലാസ്സുകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. പ്രാക്ടീസുകൾ മുടങ്ങാതെ ചെയ്യുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന കാര്യം, നമ്മളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും നമ്മൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും മറ്റൊരാളോട് അത് പങ്കുവെക്കുന്നതിന് പകരം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് നമ്മളൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് നമുക്കൊരുപാട് വിഷമങ്ങൾ നമുക്കുണ്ടാവാം. അപ്പോൾ ഈ വിഷമങ്ങളൊക്കെ മറ്റുള്ളവരോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഈ ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു സങ്കടങ്ങളെ നമ്മളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും നമ്മളുടെ വീഡിയോയിൽ പറയാറുണ്ട്, നമ്മൾ എന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും അതിങ്ങനെ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും അത് കൂടുതലാവാനുള്ള സാഹചര്യം നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും, നമുക്ക് എന്ത് സന്തോഷങ്ങൾ നമ്മൾക്ക് എത്ര വേണമെങ്കിലും നമുക്കത് പറയാം. അപ്പോൾ കൂടുതൽ നമ്മളെ ജീവിതത്തിലേക്ക് സന്തോഷം വരാനുള്ള കാര്യങ്ങളും മാർഗങ്ങളും ഒക്കെ കൂടുതൽ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. എന്നാലോ ദുഃഖങ്ങളാവട്ടെ, നമ്മൾ എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് മറ്റുള്ളവരോട്, അതായത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. കഴിയുന്നതും മറ്റുള്ളവരോട് നമ്മൾ നെഗറ്റീവുകളും അതുപോലെ സങ്കടങ്ങളും ഒന്നും ഷെയർ ചെയ്യാണ്ടിരിക്കുക. അതിന് പകരം നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ഏതാണോ ആ ഒരു ദൈവത്തെ ത്തോട് സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഡെയിലി കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അതേപോലെ നമ്മളുടെ ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾ അതിലേക്ക്, അതായത് നമ്മൾ ആരാധിക്കുന്ന ഒരു ശക്തി, പ്രപഞ്ച ശക്തിയോട് നിങ്ങൾ സംസാരിക്കുന്നത് പോലെ നിങ്ങൾ അതൊരു ബുക്കിലേക്ക് പകർത്തുക. ഈ ഒരു കാര്യം നിങ്ങൾ ഒരു ജീവിതത്തിൽ ശീലമാക്കി കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, നമ്മളുടെ മനസ്സിലുള്ള ദുഃഖമാണ്, ഇപ്പം നമുക്കൊരുപാട് വിഷമങ്ങളുണ്ടാവും നമ്മളെ ജീവിതത്തിൽ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഗോഡിനോട് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്നും ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഒരുപാട് റിലാക്സേഷൻ ഇതുവഴി കിട്ടും. നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നമ്മളുടെ ഓരോരോ കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ചിലപ്പോൾ അതൊരു തമാശയായിട്ടാവും അവർക്ക് ഫീൽ ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മളുടെ പ്രപഞ്ച ശക്തിയോട് ഇങ്ങനെ സ്വയം സംസാരിച്ചു കൊണ്ട് അതായത് എഴുതുമ്പോൾ നമ്മളതൊരു നമ്മളുടെ ആ ഒരു ശക്തിയോട്, ഡിവൈനോട് നമ്മൾ പറയുന്നതായിട്ടുള്ള ഫീലിന് വേണം നിങ്ങൾ എഴുതാൻ. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അഫർമേഷനും നമ്മൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ അതും, അങ്ങനെയുള്ള എന്തെല്ലാം നിങ്ങൾക്ക് ആ ഡെയിലി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ഈ ഒരു ബുക്കിൽ നിങ്ങൾ ഡിവൈനോട് സംസാരിച്ച് കൊണ്ട് നിങ്ങൾ നോക്കൂ. ഈ ഒരു ശീലം നിങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. മറക്കാതെ നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഇതൊക്കെ നിങ്ങളത് നമ്മൾ സംസാരിക്കുന്നത് പോലെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് വരുന്ന ഒരു റിലാക്സ്, അത് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല, പക്ഷെ നിങ്ങളത് എഴുതുമ്പോൾ നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ പറ്റും. ആ ഒരു ഫീല്, വല്ലാത്തൊരു റിലാക്സേഷൻ ഫീലാവും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു ചെറിയ പ്രാക്ടീസ് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാതെ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഹാപ്പിനെസ്സും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് എത്താനുള്ള ദൂരം കുറഞ്ഞു വരുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവങ്ങൾ നിങ്ങളൊരു വീഡിയോയ്ക്ക് താഴെ പങ്കുവയ്ക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മളുടെ ഈ ബ്ലിസ് വിത്ത് ധന്യ എന്ന ചാനൽ ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈ. ലവ് യു. താങ്ക് യു യൂണിവേഴ്സ്.